ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേസ് KTU. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു ടൈം ഡൊമൈൻ ഉള്ളതിനെ ഒരു ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അതാണ് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോമിന് നമുക്ക് കുറേയധികം റിസൾട്ടുകളുണ്ട്. ആ റിസൾട്ടുകൾ നിങ്ങൾ ആദ്യം മുതൽ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ. അതാണ് ഈ ഒരു മൊഡ്യൂളിന്റെ കുഴപ്പം. അപ്പൊ ഈ ഒരു മൊഡ്യൂളിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ സംഭവങ്ങളൊന്നും അറിയണ്ട, പക്ഷെ നമുക്ക് ഇവിടെയുള്ള റിസൾട്ടുകളെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ ക്ലാസ് മുതൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കാണണം. അപ്പൊ ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഞാൻ പറഞ്ഞു, ടൈം ഡൊമൈൻ ഉള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. ഓക്കെ, അപ്പൊ വേറൊരു ഡൊമൈനിലേക്ക് നമ്മൾ മാറ്റി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t is equal to integral 0 to infinity f of t into e raised to minus st dt. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ജനറൽ ആയിട്ടുള്ള ഫോർമുല, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എഫ് ഓഫ് എസ് എന്ന് എഴുതാം. എഫ് ഓഫ് എസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഓരോ ഫംഗ്ഷൻസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് റിസൾട്ടുകളാണ്. ഞാൻ കുറച്ച് 2-3 എണ്ണത്തിന് ഞാൻ ചെയ്ത് കാണിക്കാം. അതായത് ഈ ഇന്റഗ്രൽ ചെയ്ത് കിട്ടുമ്പോൾ എന്താണ് ലഭിക്കുന്നത്, അതാണ് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഞാൻ കുറച്ച് ഫംഗ്ഷൻസിന്റെ ചെയ്ത് കാണിക്കാം, എന്നിട്ട് നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് എല്ലാത്തിന്റെയും റിസൾട്ടുകൾ എഴുതാം. ഫസ്റ്റ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മുടെ ഫോർമുല എന്താണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t is equal to integral 0 to infinity f of t into e raised to minus st dt എന്നാണ്. ഇതിനകത്ത് f of t എന്ന് പറയുന്ന 1 ആണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലാപ്ലേസ് ട്രാൻസ്ഫോം 1 കാണുന്നത് എങ്ങനെയാണ്, ഇന്റഗ്രൽ 0 to infinity f of t യുടെ അവിടെ 1 കൊടുക്കുക, 1 into e raised to minus st dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to minus st dt. ഇനി ഇതിന്റെ ഇന്റഗ്രൽ എന്താ വരുന്നത്, e raised to minus st യുടെ ഇന്റഗ്രൽ എന്താ, e raised to minus st divided by minus s 0 to infinity which is equal to എന്ത് കിട്ടുന്നു, e raised to minus infinity divided by minus s plus e raised to 0 divided by minus s which is equal to e raised to minus infinity എന്താണ്, 0 ആണ്. അപ്പോൾ 0 മൈനസ് ഇതെന്ത് കിട്ടുന്നു, 1 by മൈനസ് മൈനസ് പ്ലസ് ആയി 1 by s. അതായത് ആൻസർ എന്താ, 1 by s എന്നാണ് കിട്ടുന്നത്. അപ്പൊ ആദ്യത്തെ റിസൾട്ട് എന്താ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് 1 by s ആണ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് എവിടെ കണ്ടാലും നിങ്ങൾ 1 by s ഡയറക്റ്റ് ആയി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി which is equal എന്ത് കിട്ടും, ഇന്റഗ്രൽ 0 to infinity t into e raised to minus st dt. ഇതെന്താ, നമുക്ക് ഫസ്റ്റ് പോളിനോമിയൽ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ബെർണോളിസ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. ബെർണോളിസ് എന്തായിരുന്നു, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഡെറിവേറ്റീവ് അല്ല ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പൊ e raised to minus st യുടെ ഇന്റഗ്രൽ എന്താണ്, e raised to minus st ഡിവൈഡഡ് ബൈ എന്ത് കിട്ടുന്നു, മൈനസ് എസ് എന്ന് കിട്ടുന്നു. ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്യുന്നു. ഫസ്റ്റ് ടൈമിന്റെ ഡെറിവേറ്റീവ്, ഇനി ഫസ്റ്റ് ടൈം ഏതാണ്, ടി ആണ്. സെക്കൻഡ് ടൈം ഏതാണ്, ഇനി ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ള ബ്രാക്കറ്റിലെ ഫസ്റ്റ് ടൈമിന്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് ടൈമിന്റെ ഇന്റഗ്രൽ എടുത്തിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചെയ്യുന്നത്. അപ്പൊ മൈനസ് ആണ് അടുത്ത സൈൻ വന്നത്. അതെങ്ങനെയാ മൈനസ് വന്നത്, ടിയുടെ സൈൻ എന്താ, പോസിറ്റീവ് അല്ലേ, പോസിറ്റീവ് ടി അല്ലേ. അപ്പൊ അടുത്ത നെഗറ്റീവ് ടു ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്, 1 ഇൻറ്റു ഇനി സെക്കൻഡ് ടൈം ഏതാണ്, e raised to minus st divided by minus s അല്ല, അതിന്റെ ഇന്റഗ്രൽ ആണ്. അപ്പൊ e raised to minus st divided by ഓൾറെഡി ഒരു മൈനസ് എസ് ഉണ്ട്, ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ ഇന്റഗ്രൽ ഒരു മൈനസ് എസ് കൂടെ വരുമ്പോൾ എസ് സ്ക്വയർ ആയി മാറി. ഇനി അടുത്ത ടൈം എന്താ, പ്ലസ് സൈൻ ഇട്ടിട്ട് 1ന്റെ ഡെറിവേറ്റീവ്. ഇനി ഇപ്പൊ ഫസ്റ്റ് ടൈം 1 ആണ്, സെക്കൻഡ് ടൈം e raised to minus st divided by s സ്ക്വയർ ആണ്. 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. അപ്പൊ നമുക്ക് അടുത്ത ടൈം എഴുതേണ്ട ആവശ്യമില്ല, 0 ആണല്ലോ. ഇവിടെ കൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം, 0 to infinity കൊടുക്കണം. അപ്പൊ ഈ ലിമിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ സൈൻ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ മൈനസ് ടി e raised to minus st divided by minus s മൈനസ് e raised to minus st divided by s സ്ക്വയർ 0 to infinity കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്, e raised to minus infinity എന്ന് പറയാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ, e raised to minus infinity വാല്യൂ എന്താണ്, 0 ആണ്. അപ്പൊ ഫസ്റ്റ് ടൈം 0 ആണ് അപ്പർ ലിമിറ്റിലെ. സെക്കൻഡ് ടൈമോ അതും 0 ആണ്, e raised to minus infinity. അടുത്തതോ 0 മൈനസ് 1 by s സ്ക്വയർ എന്ന് കിട്ടുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ എന്ത് കിട്ടുന്നു,
1/s² എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നിന്റെയും ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ജനറലി നമ്മൾ കുറച്ച് ലാപ്ലേസ് ട്രാൻസ്ഫോമിങ് എഴുതുവാണ്, കുറച്ച് റിസൾട്ടുകൾ. അപ്പൊ എഴുതിക്കോ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പൊ ഈ റിസൾട്ടുകൾ നിങ്ങൾ ഒരു പേജിൽ വേണം എഴുതാനേ, നേരെ താഴോട്ട് എഴുതാവുള്ളൂ. അതായത് ഇവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇവിടെ നിങ്ങൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നിങ്ങളുടെ ഇപ്പൊ എഴുതി വെച്ചേക്ക്. ഞാൻ അത് ഇൻവേഴ്സ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ബുക്കിനകത്ത് ഒന്നിച്ച് ഈ ഇക്വേഷൻസ് എല്ലാം എഴുതിയാൽ മതി. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതാൻ കുറച്ച് സ്പേസ് വിട്ടേക്കണേ. നമ്മളിപ്പോ പഠിക്കുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ ഫസ്റ്റ് L(1) എന്താണ്? 1/s ആണ്. അടുത്തത് L(t) എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t 1/s² ആണ്. അടുത്ത ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻n. ജനറലി നമുക്ക് എന്ത് പറയാം? n⁻⁴ ഡിവൈഡഡ് ബൈ s⁻n+1 എന്ന് പറയാം. അടുത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at. എന്താണ് e⁻at? 1/s - a ആണ്. അടുത്ത ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin⁡at എന്ത് കിട്ടുന്നു? a/s² + a² എന്ന് കിട്ടും. അടുത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos⁡at എന്ത് കിട്ടുന്നു? s/s² + a² എന്ന് കിട്ടും. അടുത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin⁻hat എന്ത് കിട്ടുന്നു? a/s² - a² എന്ന് കിട്ടും. അടുത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos⁻hat എന്ന് ഹൈപ്പർബോളിക് ആണ്, s/s² - a² എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് കുറച്ച് റിസൾട്ടുകൾ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, sin⁻at. അപ്പോൾ ഞാൻ ഒന്നുകൂടെ റിസൾട്ടുകൾ പറയുന്നു. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കണ്ടാലും 1/s കൊടുക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t കണ്ടാൽ എന്താണ്? 1/s² കൊടുക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി t² അല്ലെ t³ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at എന്താണ്? 1/s - a ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin⁻at എന്താണ്? a/s² + a² ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos⁻at എന്താണ്? s/s² + a² ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin⁻hat എന്താണ്? a/s² - a² ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos⁻hat എന്താണ്? s/s² - a² ആണ്. ഇത്രയും റിസൾട്ടുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് കുറച്ച് ലാപ്ലേസ് ട്രാൻസ്ഫോം കുറച്ച് ടേംസിൻ്റെ കണ്ടു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതിക്കോ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻−3t. ഈ e⁻−3t എന്ന് പറയുന്നത് പഴയ സ്കീമിൽ 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് ഒറ്റയ്ക്കല്ല ചോദിക്കുന്നത്, ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ടേംസുകൾ കാണും കേട്ടോ. e⁻−3t ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നോക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻−3t ആണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at എന്താണെന്ന് അറിയാം. എന്താണ്? 1/s - a അല്ലേ. അപ്പൊ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ a എന്താണ്? രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ a = -3 അല്ലേ. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? 1/s - -3, അതായത് s+3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ ഞാൻ എഴുതിപ്പോ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻4 എന്താ വരുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻n എന്തായിരുന്നു? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n⁻⁴ ഡിവൈഡഡ് ബൈ s⁻n+1 എന്നല്ലേ. അപ്പൊ ഇവിടെ എന്താണ്? n-ന്റെ സ്ഥാനത്ത് 4 ആണ്. അപ്പോൾ 4⁻⁴ ഡിവൈഡഡ് ബൈ s⁻4+1 5 എന്ന് കിട്ടും. ഓക്കെ, s⁻5 കിട്ടും. ഇനി മൂന്നാമത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos⁡2t. cos⁡2t എന്താ വരുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos⁻at എന്താണ്? cos⁻at നമ്മൾ പഠിച്ച cos⁻at s/s² + a² അല്ലേ. ഇപ്പൊ ഇവിടെ a എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ s/s² + 4, 2² 4 അല്ലേ. അപ്പൊ ഇങ്ങനെ നമ്മൾ കുറെ ടേംസിന്റെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 2⁻t. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണ KTയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 2⁻t ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ള
ആ ഒരു ഇതിലേക്ക് നമ്മൾ ഈ ഇക്വേഷനെ മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. നമുക്ക് കുറച്ച് മുകളിൽ റിസൾട്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഇതിനെ കൺവെർട്ട് ചെയ്യണം. അപ്പൊ ഈ 2t ഞാൻ സെപ്പറേറ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. 2t ഞാൻ അറേഞ്ച് ചെയ്യാൻ പോവാം. ഈ 2t ഞാൻ എന്ത് ചെയ്യുന്നു, log e raised to log 2t എന്ന് എഴുതാമല്ലോ. ഈ 2t e raised to log 2t എന്ന് എഴുതാം. അതെങ്ങനെയാ വന്നേ? എന്തിന്റെ പ്രോപ്പർട്ടി? e raised to log x എന്താണെന്നറിയാവോ? e raised to log x x ആണ്. അപ്പോ e raised to log എന്താ, e raised to log 2t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? ഇത് വരും, which is equal to t log 2 എന്ന് എഴുതാം. ഈ log 2 എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ചെയ്താൽ e raised to log 2 into t എന്ന് എഴുതാം. അപ്പൊ ഈ 2t പകരം നമുക്ക് ഈ ഇത്രയും ടൈം, ഇതായത് ഈ ഒരു 2t പകരം നമുക്ക് എന്ത് എഴുതാം? e raised to log 2 into t എന്ന് എഴുതാം. അപ്പൊ ഞാൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 2t പകരം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to log 2t എന്ന് എഴുതി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to at എന്നാണ്, ഇതാണ് a, ഇതാണ് t. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to at എന്നാണ് 1/s - a അല്ല, അപ്പൊ 1/s - log 2. അതായത് t log 2 എന്ന് പറയുന്നതിനകത്ത് log 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ കോൺസ്റ്റന്റ് നമ്മൾ e raised to at എന്ന് പറയുന്ന ഫോമിൽ എഴുതാനായിട്ട് ആ ടൈമിനെ നമ്മൾ ആദ്യം എഴുതുന്നു, t രണ്ടാമത് എഴുതുന്നു, എന്നിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ അധികം പ്രോബ്ലംസ് നിങ്ങൾ നോക്കേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയാണ് നമ്മൾ ഓരോ പ്രോപ്പർട്ടീസിലേക്ക് പോകുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് a into f of t plus b into g of t എന്ന് പറയുന്നത്, ഈ a എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, അപ്പൊ a എടുത്ത് വെളിയിലിട്ട് a into ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t പ്ലസ് b into ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് g of t ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ഇപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോബ്ലംസിലേക്ക് പോകാം. പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ പ്രോബ്ലം ഒന്ന് നോക്കട്ടെ. ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ നമ്പർ 1 ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലം ആണ്. ലീനിയാരിറ്റി പ്രോപ്പർട്ടി വേണ്ട ഇവിടെ നോക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2t plus 3 the whole square, ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണേണ്ടത്. അതായത് ഇതാണ് നമ്മുടെ f of t. f of t is equal to 2t plus 3 the whole square. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 2t plus 3 the whole square ആണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാം. ഈ എഫ് ഓഫ് ടീനെ നമ്മൾ ഈ സ്ക്വയർ അല്ലേ കിടക്കുന്നത്, അപ്പോൾ സ്ക്വയർ നമ്മൾ സ്പ്ലിറ്റ് ആകുക, അതായത് a plus b the whole square എക്സ്പാൻഷൻ വെച്ചിട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടുന്നു? 4t square പ്ലസ് 2ab അല്ലേ, 2 into 2 4 into 3 12t plus 9. അപ്പൊ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് എഴുതാം? ഇനി ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 2t plus 3 the whole square is equal to ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 4t square പ്ലസ് 12t plus 9 which is equal to, നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർ വെച്ചിട്ട് കോൺസ്റ്റന്റ് ടൈം ഉണ്ടെങ്കിൽ ഓരോ ടൈമിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുമ്പോൾ കോൺസ്റ്റന്റ് ടൈം എടുത്ത് വെളിയിട്ടിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുക എന്നുള്ളതല്ലേ. അതായത് നിങ്ങൾ നോക്കിയ ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് a into f of t plus b into g of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടൈമിന്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനായിട്ട് ചെയ്യുമ്പോൾ ഈ ലാപ്ലേസ് ടീനെ അകത്തോട്ട് കയറ്റുമ്പോൾ a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് a into ലാപ്ലേസ് ട്രാൻസ്ഫോം f of t plus b into ലാപ്ലേസ് ട്രാൻസ്ഫോം of g of t എന്നാണ്.
അപ്പൊ ഇവിടെ വരുമ്പോൾ എന്ത് കിട്ടുന്നു? 4 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ പ്ലസ് 12 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി പ്ലസ് 9 ഇൻറ്റു 1 അല്ലേ? അപ്പൊ 9 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ എന്നാണ് 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റേസ് ടു 3 എന്ന് കിട്ടുന്നു. അതെങ്ങനെയാ വന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എന്നിന്റെ റിസൾട്ട് അറിയണം, എങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസിനകത്ത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്ലസ് 12 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്താണ്? 1 ബൈ എസ് സ്ക്വയർ ആണ്. പ്ലസ് 9 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്താണ്? 1 ബൈ എസ് ആണ്. വിച്ച് ഈസ് ഈക്വൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? 4 ഇൻറ്റു 2 8, 8 ബൈ എസ് ക്യൂബ് പ്ലസ് 12 ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ബൈ എസ് എന്ന് കിട്ടുന്നു. ഓക്കെ, ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ഇനിയിപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ 2t ലാപ്ലേസ് ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് സ്ക്വയർ 2t. അപ്പോൾ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 80 നമുക്കറിയാം, പക്ഷെ ഇവിടെ എന്താ കോസ് സ്ക്വയർ ആ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്തറിയാം? കോസ് സ്ക്വയർ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം നമ്മൾ ഇവിടെ കൊടുക്കുക, ഇവിടെ ഇൻ ടേംസ് ഓഫ് ടിയിലാണ്. അപ്പൊ ഇവിടെ തീറ്റ ആണെങ്കിൽ ഇവിടെ 2 തീറ്റ വന്നു. അപ്പൊ ഇവിടെ എന്താണ്? കോസ് സ്ക്വയർ 2t ആണെങ്കിൽ ഇവിടെ കോസ് 4t വരും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് സ്ക്വയർ 2t is equal to ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 പ്ലസ് കോസ് 4t by 2. ഡിനോമിനേറ്റർ 1 by 2 അല്ലേ കിടക്കുക, അപ്പൊ അത് വെളിയിൽ വരുമ്പോൾ 1 by 2. 1 by 2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 4t. 1 by 2 കോമൺ ആണ് രണ്ടിനും, അപ്പൊ 1 by 2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by s ആണ്, പ്ലസ് കോസ് 4tയുടെ എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം? കോസ് 80യുടെ എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം? ഓർമ്മയുണ്ടോ? കോസ് 80, കോസ് 80യുടെ നമ്മൾ പഠിച്ചതാണ്, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 4 അല്ലേ, അപ്പോൾ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 16, 4 സ്ക്വയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇനിയിപ്പോ നമുക്ക് കുറച്ച് ക്യൂബ് വരുന്ന ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സൈൻ ക്യൂബും കോസ് ക്യൂബും ഒക്കെ വരുന്നത്. സൈൻ ക്യൂബിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ക്യൂബ് ടി ഈസ് ഈക്വൽ ടു എന്താ ഇതിൻ്റെത്? നിങ്ങൾക്കറിയാം സൈൻ ക്യൂബ് തീറ്റ, അറിയില്ലെങ്കിൽ എഴുതി വെക്കുക. സൈൻ ക്യൂബ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ഇൻറ്റു 3 സൈൻ തീറ്റ മൈനസ് സൈൻ 3 തീറ്റയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കോസ് ക്യൂബ് തീറ്റ ചോദിക്കുന്നതെങ്കിൽ 1/4 3 കോസ് തീറ്റ പ്ലസ് കോസ് 3 തീറ്റ എന്നായിരുന്നു കൊടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് സൈൻ ക്യൂബ് ടി ആണ്, അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/4 ഇൻറ്റു 3 സൈൻ ടി മൈനസ് സൈൻ 3t. 1/4 എടുത്ത് വെളിയിൽ ഇട്ടിട്ട് അപ്പൊ എന്ത് കിട്ടുന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 3 സൈൻ ടി മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 3t വിച്ച് ഈസ് ഈക്വൽ ടു 1/4 കോമൺ ആണ്. ഈ 3 സൈൻ ടിയുടെ എന്താണ്? 3 എടുത്ത് വെളിയിൽ ഇട്ടാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി എന്താണ്? 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ആണ് അല്ലേ? മൈനസ് ഇതെന്ത് കിട്ടുന്നു? എന്ത് കിട്ടുന്നു? 3 ബൈ എസ് സ്ക്വയർ പ്ലസ് 9 എന്ന് കിട്ടും. ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 80 നിങ്ങൾക്ക് അറിയണം, എങ്കിൽ മാത്രമേ ഇതും ചെയ്യാൻ പറ്റത്തുള്ളൂ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 80 എന്ന് പറയുന്നത് എന്താണ്? എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഇക്വേഷനിൽ ഫസ്റ്റ് ടൈം സൈൻ ടി അല്ലേ? സൈൻ ടിയുടെ എടുക്കുമ്പോൾ എ 1 ആണ്, രണ്ടാമത്തെ എടുക്കുമ്പോൾ എ 3 ആണ്. അങ്ങനെയാണ് ഇത് വന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 4t കോസ് 2t ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിപ്പോ സൈൻ എ കോസ് ബി ഫോം അല്ലേ? സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അറിയാത്തവർ എഴുതി വെക്കാം. സൈൻ എ കോസ് ബി ഇസ് ഈക്വൽ ടു, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സൈൻ എ കോസ് ബിയുടെ ഒക്കെ സൈൻ ഓഫ് എ പ്ലസ് ബി എ പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള റിസൾട്ടുകളൊന്ന് നോട്ട് ചെയ്യാം. അടുത്ത എന്താണ്?
കോസ് എ സൈൻ ബി എന്ന് വന്നായിരുന്നെങ്കിൽ 1/2 ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി മൈനസ് സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് വന്നേനെ. ഇനി അതല്ല കോസ് എ കോസ് ബി എന്നായിരുന്നെങ്കിലോ 1/2 ഇൻറ്റു കോസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് കോസ് ഓഫ് എ മൈനസ് ബി എന്ന് വന്നേനെ. അതല്ല സൈൻ എ സൈൻ ബി എന്നായിരുന്നെങ്കിലോ 1/2 ഇൻറ്റു കോസ് ഓഫ് എ മൈനസ് ബി പ്ലസ് കോസ് ഓഫ് എ പ്ലസ് ബി, കോസ് ഓഫ് എ മൈനസ് ബി പ്ലസ് കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് വന്നേനെ. അപ്പൊ ഈ റിസൾട്ടുകളൊക്കെ അറിയാം. നമുക്ക് വേണ്ട എന്താണ്? ഇതാണ് സൈൻ എ കോസ് ബി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 4t cos 2t is equal to Laplace transform of 1/2 into sin of a plus b. ഇവിടെ എന്താണ്? 4t plus 2t എന്താണ്? 60. sin 60 plus sin 2t. 1/2 എടുത്ത് വെളിയിലിട്ടു. എന്നിട്ട് ഓരോന്നിൻ്റെയും ലാപ്ലേസ് കാണുക. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 60 പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 2t എന്ത് കിട്ടുന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ അല്ലേ. അപ്പോൾ 1/2 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 36 പ്ലസ് ഇതെന്ത് കിട്ടുന്നു? 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് കിട്ടും. എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യേണ്ടത്? ഓക്കെ, ഇനിയിപ്പോ അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ നമ്മൾ ഒരു സൈൻ എ സൈൻ ബിയുടെ നോക്കാം അല്ലേ. സൈൻ എ സൈൻ ബിയുടെ ഇടയ്ക്ക് ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യുക. എ മൈനസ് ബി ഫൈവ് ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 3 സൈൻ 5t സൈൻ 3t ആണ്. 3t ഇത് 2020 ചോദിച്ചിട്ടുള്ളതാണ് പഴയ സ്കീമിൽ. അപ്പൊ ഇതിപ്പോ എങ്ങനെ ചെയ്യുന്നത്? ഇതിപ്പോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 3 സൈൻ 5t സൈൻ 3t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 എടുത്ത് വെളിയിൽ 3 ഇൻറ്റു, അപ്പൊ ഇവിടെ കണ്ടോ സൈൻ 5t സൈൻ 3t അല്ലേ. അപ്പൊ മുകളിലത്തെ അത് വെച്ചിട്ട് എന്ത് പറയാൻ പറ്റും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്തെടുക്കാം? സൈൻ 5t സൈൻ 3t 3 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/2 കോസ് വരും അല്ലേ. 5t മൈനസ് 3t കോസ് 2t അല്ലേ. കോസ് 2t മൈനസ് കോസ് 5t പ്ലസ് 3t 8t വരും. കോസ് 8t. അപ്പോൾ 3/2 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 2t എന്താണ്? കോസ് 2t എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 മൈനസ് അടുത്തതോ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 8ന്റെ സ്ക്വയർ എന്താണ്? 64. ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് സ്ക്വയർ 2t. ഇതെങ്ങനെയാ വരുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഈ കോസ് എച്ച് സ്ക്വയർ 2tയുടെ ഒരു റിസൾട്ട് ഉണ്ട്. കോസ് എച്ച് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് കോസ് എച്ച് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2ഉം സൈൻ എച്ച് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എച്ച് 2 തീറ്റ മൈനസ് 1/2 ആണ്. അപ്പൊ ഇത് ഇപ്പൊ കൊടുക്കുമ്പോൾ 1 പ്ലസ് കോസ് എച്ച് തീറ്റയ്ക്ക് പകരം എന്താണ് ഇവിടെ? 2t ആണ്. അപ്പോൾ കോസ് എച്ച് 2 ഇൻറ്റു 2t അപ്പൊ 4t വന്നു ഡിവൈഡഡ് ബൈ 2. അതായത് 2t ആണ്. ഇവിടെ തീറ്റ വന്നപ്പോൾ കോസ് 2 തീറ്റ വന്നപ്പോൾ കോസ് എച്ച് 2 ഇൻറ്റു 2t അപ്പൊ 4t വന്നു. ഇനി ആ 1/2 എടുത്ത് വെളിയിലിട്ടു. 1/2 എടുത്ത് വെളിയിലിട്ടു. അതിനുശേഷം
ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 പ്ലസ് കോസ് എച്ച് 40 ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്ത് കിട്ടുന്നു? ആദ്യം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 അല്ലേ, അപ്പോൾ 1/2 ലാപ്ലേസ് ട്രാൻസ്ഫോം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/s വന്നു, പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം കോസ് എച്ച് 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 16 എന്ന് വരും. ഇതൊക്കെ എന്താ? കോസ് എച്ച് 80 എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം? ഇതൊക്കെ നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ആ റിസൾട്ട് അറിഞ്ഞെങ്കിൽ ഇതിലെ ഒരു പ്രോബ്ലം എങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അറിയാത്തവർ റിസൾട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളൊക്കെ പഠിച്ച എന്താ? ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണ്. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പൊ ഇതിനകത്തുള്ള ഈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, അങ്ങനെ പല ഷിഫ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് ആണോ സെക്കൻഡ് ഷിഫ്റ്റിംഗ് ആണോ എന്നൊക്കെ നമ്മുടെ ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് പ്രോബ്ലം. അല്ലാതെ ക്വസ്റ്റ്യനകത്ത് അവർ തരത്തില്ല ഇത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ ക്വസ്റ്റ്യൻ ആണ് എന്ന് തരത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇഫ് ഇതിന്റെ പ്രോപ്പർട്ടി ഇത്രയേ ഉള്ളൂ. ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ആയാൽ, ഫൊറിയർ ട്രാൻസ്ഫോം ആയ, ലാപ്ലേസ് ട്രാൻസ്ഫോം ആയ, ഫൊറിയർ അല്ല ലാപ്ലേസ് ട്രാൻസ്ഫോം ആയാൽ, then ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്കൊരു ഇ റേസ് ടു ടിയും സൈൻ 2t വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ ഇ റേസ് ടു 2t 3t എടുക്കട്ടെ, 3t സൈൻ ഒരു 4t വന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫൊറിയർ ട്രാൻസ്ഫോം കാണുക. ഫൊറിയർ വായിൽ വരുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണം. ഇതിന്റെ ഈ ഒരു ടൈം എഫ് ഓഫ് ടിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണം. എന്നിട്ട് എന്താ അതിനകത്ത് നമ്മൾ എന്ത് കൊടുക്കണം? എസിന്റെ അവിടെ ഒരു എസ് മൈനസ് 3 എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് ഇവർ ഉദ്ദേശിച്ചേക്കുന്നത്. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. അതായത് ഇത്രയേ ഉള്ളൂ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി നിങ്ങൾ കണ്ടിട്ട് അതിൽ എസ് ഉള്ളിടത്ത് നിങ്ങൾ എസ് മൈനസ് എ കൊടുക്കുന്നു. ഇവിടെ ഞാൻ ചെയ്ത എന്താ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 4t, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു 3t സൈൻ 4t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 4t കാണുന്നു. എന്നിട്ട് ആ കിട്ടുന്നതിനകത്ത് എസിന്റെ അവിടെ -3 കൊടുക്കണം, എസ് -3 എന്നുള്ള ഫോമുല. അത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു റിസൾട്ട് നമുക്ക് എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, ഇത് ഇടയ്ക്ക് പാർട്ട് എയിൽ 3 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രൂഫായിട്ട് പഴയ സ്കീമിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എങ്ങനെയാണ് എഫ് ഓഫ് എസ് മൈനസ് എന്ന് പറയുന്ന ഫോമിലായെന്ന്. അപ്പൊ അത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. 0 to ഇൻഫിനിറ്റി, ഒന്ന് വെയിറ്റ് ചെയ്ത് തെളിയാത്തതാണ്, എഫ് ഓഫ് ടി എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ആണ്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 0 to ഒരു ഇ റേസ് ടു എ ടി നമ്മൾ ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഇ റേസ് ടു വരുന്ന പവറുകൾ തമ്മിൽ ഒന്ന് ചെയ്യുന്നു. അപ്പോൾ എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു എ ടി മൈനസ് എസ് ടി ഡി ടി. ഇനി അതിനകത്തുനിന്ന് എന്താ നമ്മൾ ചെയ്യുന്നത്? ഒരു ടി എടുത്ത് വെളിയിലിട്ടാൽ ഇ റേസ് ടു എ മൈനസ് എസ് ടി ഡി ടി എന്ന് കിട്ടുന്നു. ഇനി എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ ആ ബ്രാക്കറ്റിനകത്തുള്ള ടൈമിൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റേസ് ടു ഒരു മൈനസ് എടുത്ത് വെളിയിലിട്ടാൽ എസ് മൈനസ് എ ടി ഡി ടി എന്നായി മാറി. ഓക്കെ, ഇതാണ് എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറലി നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണത്തില്ലേ, അതിൽ ഇവിടെ നമ്മൾ ജനറലി എഴുതുന്നത് എന്താണ്? എസ് ടി എന്നാണ്. അപ്പൊ എസ് എന്നുള്ളിടത്ത് എസ് മൈനസ് എ കൊടുക്കണം. അത്രയേ ഉള്ളൂ സംഭവം.
അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ നോർമലി ഇപ്പോൾ e⁻at സൈൻ 80 എന്ന് പറഞ്ഞ് ഒരു സംഭവം തന്നു കഴിഞ്ഞാൽ നമ്മൾ സൈൻ 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടിട്ട് അതിനകത്ത് എസ് ഉള്ളിടത്ത് നമ്മൾ എന്താണ് എസ് മൈനസ് എ എന്ന് പറയുന്ന ഫോമിലോട്ട് എഴുതുന്നു. അത്രയേ ഉള്ളൂ. അതാണ് സംഭവം. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. നമുക്ക് നോക്കാം പ്രോബ്ലം. അപ്പൊ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താണ്? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എസ് ഈസ് ഈക്വൽ ടു എസ് മൈനസ്. ഇതാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്സഡ് ആയിട്ട് വരുമ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ടുള്ള ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ 2024 ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ നമുക്ക് ആദ്യം ഒന്ന് ചെയ്യാം. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻²t sin 5t. 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സൊല്യൂഷൻ. ഇതിനകത്ത് നമ്മൾ എത്രത്തോളം നമ്മൾ ഇതിന്റെ ഐഡിയ മനസ്സിലാക്കുന്നു അതിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുകയുള്ളൂ, വർക്കൗട്ട് ചെയ്യാൻ. അപ്പൊ ആ പ്രോപ്പർട്ടി ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. ആ പ്രോപ്പർട്ടി ഇപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ എഴുതണം. എഴുതുന്നതിനൊക്കെ മാർഗമുള്ളതാണ്. ഇനിയിപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് നമുക്ക് എന്താ വേണ്ട e⁻²t sin 5t ആണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 5t കണ്ടിട്ട് ഇവിടെ 2t അല്ലേ, e⁻²t. അപ്പൊ e⁻at അകത്ത് വന്നപ്പോൾ s is equal to s minus a കൊടുക്കും. അപ്പൊ ഇവിടെ എന്താ s is equal to s plus 2 ആണ് കൊടുക്കേണ്ടത്. a എന്ന് പറഞ്ഞാൽ -2 അല്ല. അപ്പൊ s is equal to s minus -2 s plus 2. അപ്പൊ sin 5tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണം. എന്നിട്ട് അതിനകത്ത് s ഉള്ളിടത്ത് നമ്മൾ എന്ത് കൊടുക്കണം? s plus 2 കൊടുക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. സിമ്പിൾ ആണ്. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 5t എന്താണ് അറിയാമല്ലോ? 5 ഡിവൈഡഡ് ബൈ s² പ്ലസ് 5² ആണ് വരുന്നത്. ഇതാണ് ഈ സംഭവം. അപ്പൊ ഞാൻ കൊടുക്കുവാണ് വിച്ച് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ s² പ്ലസ് 25 s ഈസ് ഈക്വൽ ടു s പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടുന്നു? 5 ഡിവൈഡഡ് ബൈ s ഉള്ളിടത്ത് s പ്ലസ് 2. അപ്പൊ s പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 25 എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. എളുപ്പമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു പാർട്ടിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻−ta t³ ആണ്. വിച്ച് ഈസ് ഈക്വൽ എന്ത് എഴുതാം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t³ s ഈസ് ഈക്വൽ എന്താ വരുന്നത്? s പ്ലസ് 1 എന്നാണ് വരുന്നത് അല്ലേ? s മൈനസ് -1 അല്ലേ? ഇവിടെ a എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t³ എന്താണ്? 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s⁻⁴ ആണ്. അതായത് t⁻n എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ s⁻n+1 ആണ് അല്ലേ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻n എന്ന് പറഞ്ഞത്. അപ്പൊ അത് വെച്ചിട്ടാണ്. അപ്പൊ s ഈസ് ഈക്വൽ ടു s പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടുന്നു? 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസിന്റെ അവിടെ s പ്ലസ് 1 കൊടുത്തു, s+1^4. അതായത് 3 ഫാക്ടോറിയൽ എന്താണ്? 6 അല്ലേ? 6 ഡിവൈഡഡ് ബൈ s+1^4 എന്ന് എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻−ta sin² 2t. അപ്പൊ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താ? e⁻at എഫ് ഓഫ് ടി ആണ്. അപ്പൊ e⁻at ഒരു ടേമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കണം കേട്ടോ. e⁻at എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫോമിൽ. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇവിടെ എയുടെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പൊ ഇവിടെ നോക്കാം എന്താ വരുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin² 2t കാണുന്നു. എന്നിട്ട് എസിന്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? s+1 കൊടുക്കണം. അപ്പൊ സെപ്പറേറ്റ് നമ്മൾ ഇത് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ അതൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin² 2t എന്താണ്? 1 - cos 4t/2 അല്ലേ? s is equal to s+1 ആണ്. is equal to 1/2 into ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 4t ആണ്. s is equal to s+1 ആണ്. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? which is equal to 1/2 into ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്താണ്?
1/s ആണ് മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 40 എന്താണ് s ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 16 ആണ്. s ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 16 ആണ്. കഴിഞ്ഞോ? ഇല്ല. ഇതിനകത്ത് s എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? s+1 കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് e raised to minus t sin square 2t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആവുകയുള്ളൂ. അപ്പോൾ 1/2 1/s+1 മൈനസ് s+1 ഡിവൈഡഡ് ബൈ s+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 16 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. എളുപ്പമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് നോക്കണേ. തേർഡ് ക്വസ്റ്റ്യനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഈ നാലാമത്തെ ക്വസ്റ്റ്യന് 2018 ചോദിച്ചിട്ടുണ്ട്, 2021 ചോദിച്ചിട്ടുണ്ട്. ഇനി വരുന്നതിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. നോട്ട് ചെയ്ത് വെക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin h2t cos 3t ഇതാണ്. അപ്പൊ ഇവിടെ ഹൈപ്പർബോളിക്കാ വന്നത്. ഹൈപ്പർബോളിക്. ഈ ഹൈപ്പർബോളിക് വരുമ്പോൾ നമുക്കിപ്പോ നോർമലി നമ്മൾ sin 2t cos 3t ഒക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. എങ്ങനെയാ? sin a cos b എന്ന് പറയുന്ന ഫോം വെച്ചിട്ട്. ഇപ്പൊ ഇവിടെ എന്താ ഹൈപ്പർബോളിക്കാ വന്നത്. അപ്പൊ ഹൈപ്പർബോളിക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാമോ? ഈ sin h2t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഹൈപ്പർബോളിക്കിന് e raised to 2t minus e raised to minus 2t by 2 എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ അത് കൊടുത്തിട്ട് വേണം നമ്മൾ സ്പ്ലിറ്റ് ആക്കിയിട്ട് വേണം ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ. ഇങ്ങനെ ചെയ്യുവാണേ. അപ്പൊ അപ്പൊ sin h2t എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ നമ്മുടെ എന്താ ടൈം? f of t sin h2t cos 3t അല്ലേ? അപ്പൊ അതൊന്ന് സോൾവ് ചെയ്യാം അല്ലേ? അപ്പൊ e raised to 2t minus e raised to minus 2t by 2 into cos 3t എന്നാണ് വരുന്നത്. അപ്പൊ ഈ 1/2 എടുത്ത് വെളിയിലിട്ടാൽ 1/2 എടുത്ത് വെളിയിട്ടിട്ട് ഈ cos 3t അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് ടൈം എന്ത് കിട്ടുന്നത്? e raised to 2t cos 3t മൈനസ് അടുത്തത് e raised to minus 2t cos 3t എന്ന് കിട്ടുന്നു. ഇത്രയും ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ലാപ്ലേസ് അങ്ങ് കണ്ടാൽ മതി. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin h2t cos 3t is equal to Laplace transform of 1/2 e raised to 2t cos 3t minus e raised to minus 2t cos 3t ആണ്. This is equal to 1/2 Laplace transform of split ആക്കുന്നു. e raised to 2t cos 3t minus Laplace transform of e raised to minus 2t cos 3t ആണ്. 1/2 രണ്ടിനും കോമൺ ആണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് പ്രോപ്പർട്ടി വെച്ചിട്ട് 1/2 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to 2t cos 3t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? cos 3t കണ്ടിട്ട് അതിനകത്ത് s is equal to s minus 2 എന്ന് കൊടുത്താൽ മതി. അപ്പൊ cos 3t എന്താണ്? s ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 9 ആണ്. അതിനകത്ത് s ന്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? s minus 2 കൊടുക്കണം. ഓക്കെ. മൈനസ് അടുത്തതോ e raised to minus 2t. അപ്പൊ ഇവിടെ a എന്ന് പറയുന്നത് എന്താണ്? -2. അപ്പോൾ cos 3t എന്താണ്? cos 3t s ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 9 ആണ്. അതിൽ s ന്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? s+2 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ കൊടുക്കാം. അപ്പോൾ 1/2 s minus 2 s ഉള്ളിടത്തല്ല s minus 2 കൊടുക്കണം. അപ്പോൾ s minus 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 9 മൈനസ് s+2 ഡിവൈഡഡ് ബൈ s+2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 9. ഓക്കെ. ഒന്ന് വെയിറ്റ് ചെയ്യുക. s+2 the whole square plus 9. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഈ ഒരു മോഡലിലുള്ളത് നിങ്ങൾ കൂടുതൽ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.